മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. ദ്യോവൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കുന്നീ വേദി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കുന്നീ വേദി. മരണത്തിൻ്റെ രോദനം എന്നെ വലയം ചെയ്തു, പാതാളപാശങ്ങൾ എന്നെ വരിഞ്ഞുകെട്ടി. എൻ്റെ ദുരിതങ്ങളിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വിശുദ്ധ ആലയത്തിൽ നിന്ന് എൻ്റെ ശബ്ദം കേട്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, ഈ നോൻപിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ആത്മശോധന ചെയ്ത് നോക്കണം. നമ്മൾ കർത്താവിലേക്ക് അനുരൂപരായി മാറുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗങ്ങളുമൊക്കെ നമ്മുടെ സ്വഭാവ വിശുദ്ധീകരണത്തിലേക്ക് മാറണം. കുറേ ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അനാവശ്യമായ ചെലവുകളൊക്കെ കുറച്ചതുകൊണ്ടോ മാത്രം നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. സ്വഭാവത്തിൽ വലിയ മാറ്റം വരണം. കുറ്റമാരോപിക്കുന്നവരാണെങ്കിൽ നമ്മൾ അവരുടെ നല്ല വശങ്ങൾ കാണാൻ പരിശ്രമിക്കുക. കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിൽ ചേർന്ന് നമ്മളും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞാൽ നമ്മളങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമ്മളെ പറ്റിയായിരിക്കും അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ലാഭവുമില്ലാത്ത ഈ ഒരു ബിസിനസ് നിർത്തുകയാണ് നല്ലത്. കള്ളം പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ സത്യാവസ്ഥ കണ്ടുപിടിക്കാനും അംഗീകരിക്കാനും മുമ്പോട്ട് വരിക. അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. എനിക്കിഷ്ടമില്ലാത്തവരോട് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുക, അത് സാധാരണയാണ്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. കൂടുതൽ ക്ഷമിച്ചുകൊണ്ട് അവരെയൊക്കെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, അംഗീകരിക്കുക. നമ്മുടെ തെറ്റുകളും പാപങ്ങളുമെല്ലാം കർത്താവിനോട് ക്ഷമിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ
കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ കൂടാതെ അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ലാത്തതിനാൽ അങ്ങേ കാരുണ്യത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി എന്നെന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി, അങ്ങനെ ഞാൻ അറിയാനിടയായി. അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടു കൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം. അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവേ, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ആശ്രയം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും. ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. കർത്താവേ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ്. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്കു സ്തുതി. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്കു സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ചിലർ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലിയിൽ നിന്നാണോ വരുന്നത്? ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല.
സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവനെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലിയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലിയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. സാധാരണ രീതിയിലല്ല അവൻ വരുന്നത്. ഒരു സ്ത്രീയിൽ ജനിച്ച് അവൻ ഉണ്ടാവുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. അവൻ സ്വർഗത്തിൽ നിന്ന് ചാടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ അതിരഹസ്യമായി നിഗൂഢമായ രീതിയിൽ ദൈവം പ്രവർത്തിച്ചു. ഒരു കന്യകയിൽ അവരുടെ ഗർഭത്തിൽ അവൻ ജനിക്കാൻ ഇടയായി. ജനങ്ങളുടെ ഇടയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട്, ആരും അവർക്ക് വീട് കൊടുക്കാഞ്ഞതുകൊണ്ട് ഒരു കാലിത്തൊഴുത്തിലേക്ക് പോയി അവിടെ പ്രസവിച്ചു. മരിക്കുമ്പോഴും അവന് സ്വന്തമായിട്ട് ഒരു കല്ലറയില്ലായിരുന്നു. ആരോ കൊടുത്ത കല്ലറയിൽ അടക്കി. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കുരിശിൽ തൂങ്ങിക്കിടന്നാണ് അവൻ മരിച്ചത്. അവനെക്കുറിച്ച് വിശ്വസിക്കാൻ തക്ക വിധത്തിൽ അവരുടെ മനസ്സിൽ ഒന്നുമില്ലായിരുന്നു. അത്ഭുതങ്ങൾ കണ്ടു, ഓക്കെ, എന്നാൽ അത്ഭുതങ്ങൾ അവനെ ക്രിസ്തുവായി മാറ്റിയിട്ടില്ല എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ യേശു അധികം അവരുടെ കൈകളാൽ പീഡനങ്ങൾ ഏറ്റു മരിച്ച ശേഷം ഉയർത്ത ശേഷമുള്ള സഭയുടെ വളർച്ചയും മറ്റും കണ്ടുകൊണ്ടാണ് അവർ അതിശയിക്കുന്നത്. എന്നിട്ടും വിശ്വസിക്കുന്നില്ല. ഇന്നും യഹൂദർ യേശുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാത്ത ഒരു ജനമായിട്ടാണ് അവരും ഇസ്രായേലിൽ കഴിയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നാമെല്ലാം ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, യേശുവല്ലാതെ വേറൊരു രക്ഷകനേ ഇല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. കാഴ്ചയേകുന്നു തിരുനാഥായൻ ഹൃദയത്തിൻ തേങ്ങലുകൾ. കാഴ്ചയേകുന്നു തിരുനാഥായൻ ഹൃദയത്തിൻ തേങ്ങലുകൾ. നന്ദിയോടെ കൈകൂപ്പുന്നു നിൻ അളവറ്റ ദാനങ്ങൾക്കെല്ലാം. ഈ ബലിവേദിയിലപ്പവും വീഞ്ഞും അർപ്പിക്കുന്നു ഞങ്ങളാദരവായി.
ചൈതന്യം നുകരാ നിത്യവും ഞങ്ങളെ തുണയ്ക്കണമേ. കാഴ്ചയേകുന്നു തിരുനാഥായൻ ഹൃദയത്തിൻ തേങ്ങലുകൾ. കമ്മിയോടെ കൈകൂപ്പുന്നു നിൻ അളവറ്റ ദാനങ്ങൾക്കെല്ലാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് സ്വീകരിച്ച ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങളിൽ സംപ്രീതനാകാനും ഞങ്ങളുടെ കർക്കശമാനസങ്ങളെ പോലും അങ്ങിലേക്ക് ദയാപൂർവം തിരിക്കാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സ് ഉയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി മാലാഖമാർ അങ്ങേ പ്രാഭവം വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സെറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിധനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ ഇതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ ദിവ്യദാനങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അവയുടെ പ്രവർത്തനത്താൽ ഞങ്ങളെ അങ്ങേക്ക് പ്രിയങ്കരരാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവെ, ആസന്നമായ വിശുദ്ധ ആഘോഷങ്ങളിലേക്ക് ത്വരിത ഗമനം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങേ ജനത്തെ സംരക്ഷിക്കുകയും സ്വർഗീയ കൃപയുടെ സമൃദ്ധി ഇവരുടെ മേൽ ചൊരിയുകയും ചെയ്യണമേ. അങ്ങനെ ഇവർ ദൃശ്യമായ സമാശ്വാസത്താൽ സഹായിക്കപ്പെട്ട് അദൃശ്യമായ നന്മയിലേക്ക് തീഷ്ണതയോടെ നയിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഉണ്ണിയെ കൈയിലേന്തി വിളങ്ങുന്നൊരമ്മയെ കാണുവിൻ നാം. വൻമഹിമകൾ തിങ്ങും ജനനിയെ വർണ്ണിച്ചു വാഴ്ത്തുവിൻ നാം. പത്തോടു രണ്ടു ചേർന്ന് നക്ഷത്രമാതൃത്തല ചൂഴ്ന്നു നിൽപ്പൂ. പത്തോടു രണ്ടു ചേർന്ന് നക്ഷത്രമാതൃത്തല ചൂഴ്ന്നു നിൽപ്പൂ. ഉത്തമ ഭക്തിയോടെ പാദാംബുജം തിങ്കളും താങ്ങി നിൽപ്പൂ. തൻവലം കൈയിലേറ്റം മനോഹര പൊഞ്ചപമാലയോടും നന്മുഖത്തു മലരിൽ
മനോജ്ഞമാം പുഞ്ചിരി തൂമയോടും